അമ്മേ, ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കുവോ? എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. എനിക്കെങ്ങും വയ്യ നിന്റെ കൊച്ചിനെ നോക്കാൻ. ഒന്നാമതേ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയാ. നീ കൊച്ചിനെ കടത്തി ഉറക്കാൻ നോക്ക്, എന്നിട്ടിരുന്ന് പഠിക്ക്. അമ്മേ, ഇപ്പൊ ഉറങ്ങണ സമയം ആയിട്ടില്ലല്ലോ. കരയൊന്നുമില്ല. അമ്മയൊന്ന് അടുത്തിരുന്നാ മാത്രം മതി. എനിക്ക് അടുത്ത ആഴ്ച എക്സാമാ. ഓ, ശല്യം. നിനക്കൊരു കൊച്ചൊക്കെ ആയില്ലേ? ഇനി നിന്റെ കൊച്ചിനെ നോക്കി നീ വീട്ടിലിരിക്കാൻ നോക്ക്. നിനക്കിനി പഠിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ കൊച്ചൊന്ന് കുറച്ച് വലുതാവട്ടെ, എന്നിട്ട് പഠിക്കാൻ പോക്കോ. പറ്റത്തില്ലമ്മേ. അമ്മയല്ലേ പറഞ്ഞത് കുഞ്ഞുണ്ടായാലും ഞങ്ങളൊക്കെ നോക്കും, നീ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തോളാം. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാ. അന്നത്തെ സിറ്റുവേഷൻ ആണോ ഇപ്പം? എനിക്ക് കൈക്കൊക്കെ ഭയങ്കര വേദനയാ. ഇനിയിപ്പം ഇതിന് മാത്രം പഠിച്ചിട്ട് എന്തിനാ? IAS ഒന്നും എടുക്കാൻ പോണില്ലല്ലോ. അത് പറ്റില്ലമ്മേ. എനിക്ക് പഠിച്ചേ പറ്റൂ. എനിക്ക് പഠിച്ചൊരു ജോലി മേടിക്കണം. അതെന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന. നീ എന്നോട് തർക്കുത്തരം പറയാറായോടി? നീ ആള് കൊള്ളാലോ. നിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നതേ നിന്റെ തോന്നിവാസത്തിന് നടക്കാനല്ല, ഞങ്ങള് പറയണ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. പഠിക്കാൻ പോകുന്നത് എങ്ങനെയാ ഒരു തോന്നിവാസമാകുന്നത്? അവനിങ്ങ് വരട്ടെ, നിന്റെ പഠിത്തമൊക്കെ ഞാൻ നിർത്തിത്തരാം. അഹങ്കാരി. ഡീ, അമ്മ പറയുന്നതിലും കാര്യമില്ലേ? നീ ഇനി എന്തിനാ പഠിക്കാൻ പോകുന്നത്? ഇവിടെ നിനക്ക് കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഇല്ലേ? അത് പോരെ നിനക്ക്? ചേട്ടാ, നിങ്ങളും അമ്മയുടെ സൈഡാണോ? പഠിച്ചൊരു ജോലി മേടിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അവളുടെ ഒരു സ്വപ്നം. നീ പഠിക്കാൻ പോയ എന്റെ കൊച്ചിനെ ആര് നോക്കും? വയ്യാത്ത എന്റെ അമ്മയുടെ തല കെട്ടിവെക്കാൻ നീ നോക്കണ്ട. തൽക്കാലം നീ നിന്റെ സ്വപ്നമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടേ നീ നമ്മുടെ കൊച്ചിനെ നന്നായിട്ട് നോക്കി വളർത്താൻ നോക്ക്. അവളുടെ ഒരു സ്വപ്നം. നീ ലൈറ്റ് അണച്ചേ, എനിക്ക് കിടക്കണം.